ബർത്ത്ഡേ ബർത്ത്ഡേ ബർത്ത്ഡേ. അതെ ഗായ്സ്, ഇറ്റ്സ് മൈ ബർത്ത്ഡേ. എൻ്റെ കൂടെ പുറത്തു പോകാൻ ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിരിക്കുക കേട്ടോ ലിയോ. അങ്ങനെ നമ്മുടെ കുട്ടപ്പൻ പഞ്ചവിനോടൊപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. എൻ്റെ ബർത്ത്ഡേ എനിക്ക് വളരെ സ്പെഷ്യലാണ് കേട്ടോ. സെലിബ്രേറ്റ് ചെയ്യാനും അന്ന് പ്രത്യേകം ഹാപ്പി ആയിരിക്കാനൊക്കെ ഞാൻ നോക്കാറുണ്ട്. സെൽഫ് ലവ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നോ എന്ന് പറയാൻ, പ്രതികരിക്കാൻ ഒന്നും കഴിവില്ലാത്ത ഒരു സരയും ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ എന്നെ തന്നെ അതിൽ നിന്നെല്ലാം ചേഞ്ചാക്കി. ഇപ്പോൾ വാശിക്കാരി ദേഷ്യക്കാരി ടാഗ് ലൈൻ സ്വന്തമായിട്ടുണ്ട് കേട്ടോ. ബട്ട് സ്റ്റിൽ ഐ ലവ് മൈസെൽഫ്. വളയനാട് ദേവീക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ പോണേ. തേങ്ങ മുട്ടറുക്കലാണ് അവിടുത്തെ പ്രധാന വഴിപാട്. അപ്പോൾ അതൊക്കെ കഴിപ്പിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അമ്പലത്തിന് പുറത്തുള്ള ഷോപ്പിൽ നിന്ന് തേങ്ങയും എണ്ണയൊക്കെ വാങ്ങി നേരെ അമ്പലത്തിലേക്ക് ചെന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞ് പുറത്തൊന്ന് വലം വെച്ച ശേഷം ഞാൻ വഴിപാട് കൗണ്ടറിൽ പോയി ഷീട്ടാക്കി. അതിനുശേഷം ക്യൂ നിൽക്കാൻ തുടങ്ങി കേട്ടോ, തേങ്ങ മുട്ടറുക്കാൻ വേണ്ടി. വളയനാട് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കുട്ടിച്ചാത്തൻ ടെമ്പിൾ ഉണ്ട് കേട്ടോ. വളരെ ശക്തിയുള്ളൊരു ടെമ്പിളാട്ടോ അത്. എണ്ണ ഞാൻ അവിടേക്കായിരുന്നു വാങ്ങിയത്. അതിനുശേഷം എൻ്റെ അംബു ജാക്സൺ എന്നെ കോൾ ചെയ്തു വിഷ് ചെയ്യാൻ വേണ്ടി. ദെൻ മറ്റേ ഹാപ്പി ആക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അതെ, ഞാൻ സൽക്കാരയിലേക്കാണ് പോയത് നേരെ. അവിടെ പോയി ഒരു സൂപ്പർ അപ്പവും ചിക്കൻ സ്റ്റ്യൂവും പിന്നെ എൻ്റെ ഫേവറേറ്റ് കോഫിയും. ഇവിടുത്തെ ഈ സ്പെഷ്യൽ കോംബോ അറിയാത്ത കോഴിക്കോട്ടുകാരുണ്ടാവില്ല അല്ലേ? എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ടേസ്റ്റ്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ദെൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഷോ ഓഫ് ആണെന്ന് വിചാരിച്ചു കോഫി കപ്പ് വെച്ചപ്പോൾ കുറച്ച് സൗണ്ട് കൂടിപ്പോയി, സോറി. നെക്സ്റ്റ് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. പക്ഷെ പോകുമ്പോൾ ഫുള്ള് ഇന്നത്തെ ഡേ എങ്ങനെ ഹാപ്പി ആവാം എന്നതായിരുന്നു എൻ്റെ മൈൻഡ് ഫുള്ള്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പ്ലാനാണ്, എൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിച്ച എൻ്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിനെ തന്നെ ഒന്ന് പോയി കണ്ട് എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഒന്ന് കാണിച്ചേക്കാം. ഇത് നമ്മളെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ. ഈ വഴി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും നോക്കാറില്ല, സ്പീഡിലൊരു വിടല. കാരണം ഓപ്പോസിറ്റിൽ നിന്നൊരു ഓട്ടോ എങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർന്നു. സൈഡാക്കാൻ ഒരു സ്പേസ് പോലുമില്ല. ടീച്ചറെ കാണാൻ ദേവൂസിനെയും ലിയോനെയും കൂട്ടി അമ്മയുടെ യാത്രയും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കാറെടുത്ത് അടുത്ത വഴി പോവാനായി. സലാല മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലെ സ്റ്റുഡൻസാണ് ഞാനും ദേവൂസും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ടീച്ചറെ പിക്ക് ചെയ്തു. ഇനി ടീച്ചറെ കുറച്ച് ഡയലോഗ് കേൾക്കാം കേട്ടോ. ഞങ്ങൾ വെറുതെ ഡ്രൈവിന് പോയ വഴിയാണെങ്കിൽ ആ വഴിക്കായിരുന്നു ടീച്ചർക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായി. അവിടെ കീ ഉണ്ടാക്കാൻ ഏൽപ്പിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. മാവൂരുള്ള ടീപ്പെട്ടിയിൽ പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അവിടെ ഈവനിങ് 4 മണിക്ക് ശേഷമേ ഓപ്പൺ ആവുള്ളൂ. ദെൻ ഞങ്ങൾ നേരെ കൂളിമാടേക്ക് വിട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴിക്ക് കേട്ടോ. എന്തൊരു മനോഹാരിതയായിരുന്നു അറിയോ ആ ഏരിയ. ദെൻ കണ്ണിൽ കണ്ട ഒരു കോഫി ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ വേർത്ത് ഇറ്റ്. ക്യാപിറ്റൽ 1 കഫേയിലായിരുന്നു ഞങ്ങൾ കയറിയത്. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായേ ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. ഭാവിയിലെ ഒരു ആക്ടറാണ് കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് സെർവ് ചെയ്തത്. അവനൊന്ന് നോക്കി വെച്ചോളൂ. ടേബിളിൽ ഫുഡ് സെർവ് ചെയ്യുന്നത് എടുക്കാൻ ശരിക്കും ഞാൻ മറന്നു. അപ്പോൾ അവനെ കൊണ്ട് വീണ്ടും നടത്തിച്ച് ഫുഡ് സെർവ് ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. പാവം പയ്യാനാട്ടോ. പിന്നെ ഫുഡ് കംപ്ലീറ്റ് ഞങ്ങൾ കാലിയാക്കി, കോഫി കുടിച്ചു. പിന്നെ വീണ്ടും വരാമെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വിടാൻ ടീച്ചർക്കൊരു ഉദ്ദേശമില്ല. ടീച്ചർ സിസ്റ്റർ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്നും ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കാറ് വാങ്ങിയതിലും എൻ്റെ ഡ്രൈവിങ്ങിലൊക്കെ ടീച്ചർ ഭയങ്കര പ്രൗഡാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഒരു സന്തോഷമൊക്കെ അല്ലേ നമുക്ക് വലുത്. അതും ബർത്ത്ഡേക്ക് തന്നെ ടീച്ചർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു അനുഗ്രഹം കിട്ടിയ ഫീലായിരുന്നു. ടീച്ചർ നേരെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ദെൻ ഈവനിങ് ആയപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലുബാബിനെ കാണാൻ പോയി. ഹാപ്പി ബർത്ത്ഡേ. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണല്ലോ ഫ്രണ്ട്സ്. എന്നും ഒരേ വൈബ്. കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഓർഡർ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു ഫുഡായി പോയിട്ടോ. ഇതെങ്ങനെ എൻ്റെ വായിൽ കുത്തിക്കയറ്റിന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ബൽഗേരിൻ്റെ വാച്ച് 1.5 ലക്ഷം റുപ്യ മാഡത്തിൻ്റെ കയ്യിലുള്ള. പിന്നെ അതുള്ളത് നമ്മളെ പ്രശസ്ത 9 ജാസിൻ്റെ കയ്യിലാണുള്ളത്. ആ, പ്രിയങ്ക ചോപ്ര, സരിയു, എൻ്റെ ചങ്കായിട്ടുള്ള കുറച്ച് പേരും കിട്ടും മസ്കറ്റില്. വീട്ടിലെത്തിയപ്പോൾ അവരുടെ വക എല്ലാ കൊല്ലത്തെയും പോലെ ഒരു കേക്ക് വീട്ടിലെത്തിയിരുന്നു. ബിസ്ക്കോട്ടിൽ നിന്നാണ് അവർ സ്ഥിരം കേക്ക് ഓർഡർ ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത കേക്കാണ് കേട്ടോ അവരുടെ. എൻ്റെ ബ്രദർ കണ്ണനാട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അവനും ഒരു കഷ്ണം കേക്ക് കൊടുത്തു. എൻ്റെ ബെസ്റ്റ് ബഡി ചിന്തു, രമ്യ, അഞ്ജൂസ്,
ദീപ്തി, പ്രവി, മീര, ആഷ്നി ആൻഡ് സന്ധ്യ. താങ്ക് യു മൈ ഗേൾസ്. സൂപ്പർ കേട്ടോ. താങ്ക് യു സിന്ധു. താങ്ക് യു ഓൾ. രമ്യ, എല്ലാവർക്കും. അച്ഛന് പായസവും കേക്കും നേർച്ച വെച്ചു കൊടുത്തു കേട്ടോ. നല്ല തൈലം പോലെ ഉണ്ടായിരുന്നു. തോനെ പാലില്ലേ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഈ പായസം കുടിയോടുകൂടി അവസാനിക്കുകയാണ്. ഈ ബർത്ത്ഡേ ഇത്രയും സ്പെഷ്യലാക്കിയ എല്ലാവർക്കും താങ്ക് യു.